നാട്ടിൽ നിന്നും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് പ്രധാന കാര്യങ്ങൾ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ജൂലൈ 31 ഒരു സർക്കുലർ പുറത്തിറങ്ങിയിരുന്നു. വ്യക്തമായ ഒരു ഡീറ്റെയിൽസ് അതിൽ കാണുന്നില്ല. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ജൂലൈ 31 മുതൽ ഇ ടിക്കറ്റ്, ബാർകോഡ്, ഡിജി യാത്ര ആപ്പ് മുതലായവ വെച്ച് തന്നെ നമുക്ക് എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് കഴിയും. ബിക്കോസ് ഇൻ ദ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ മെയ് മാസത്തിൽ വന്ന ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതിപ്പോ. ഇനിയിപ്പോ ഗൂഗിളിൽ ചെക്ക് ചെയ്താലും പല ഫ്ലൈറ്റ് കമ്പനികളുടെ ട്രാവൽ അഡ്വൈസറി റിപ്പോർട്ടുകൾ പ്രകാരം ഒമാൻ എയർ, ഗൾഫ് എയർ, വിയറ്റ്നാം എയർലൈൻസ് ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്താലും കാണാം. ആൾക്കാരുടെ തിക്കും തിരക്കും കുറയ്ക്കാനാണ് എപ്പോഴാണോ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇത് മാറ്റുന്നത് ആ സമയത്ത് ഈ വീഡിയോയ്ക്ക് യാതൊരുവിധ പ്രാധാന്യമില്ല. ഒരിക്കലും ഒരു എയർപോർട്ടിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എയർപോർട്ടുകളിൽ കുഴപ്പമില്ലെങ്കിൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനും യാതൊരുവിധ